ജീഹ്വാന് ജുയങ്ങിന്റെ അടുത്ത് എങ്ങനെ കാര്യങ്ങൾ പറയണമെന്ന് അറിയാതെയൊക്കെ നിന്ന സമയത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടീനെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നല്ലേ നീ ആലോചിക്കുന്നതെന്നൊക്കെ ജുയങ് അങ്ങോട്ട് ചോദിക്കുന്നു. മാത്രല്ല, നിനക്ക് വിഷമമൊക്കെ തോന്നുന്നുണ്ടോ? എനിക്കും അതൊക്കെ അറിയുമ്പോൾ വിഷമം തോന്നുന്നു. എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അവൾക്കും കുറച്ചൊക്കെ സമാധാനം കിട്ടുന്നതായിരിക്കുമെന്നൊക്കെ ജോയിങ്ങും പറഞ്ഞു കൊടുക്കുന്നു. തേഴ്സ്ഡേ ഡിയർ എന്ന കമ്പനിയുമായുള്ള പ്രശ്നങ്ങളൊക്കെ നീ സോൾവ് ചെയ്തോ? ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? അതുകൊണ്ടാണോ നിന്നെ കാറിൽ അയാൾ ഡ്രോപ്പ് ചെയ്യുകയും നിനക്ക് വേണ്ടി മരുന്നൊക്കെ മേടിച്ചു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ മീഹോ ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിൽ ഒരു രീതിയിലുള്ള ബന്ധവും ഇല്ല എന്നൊക്കെ ആയിരുന്നു ഉൻഹ പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. ജിഹോൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ബാൻഡേജ് ഒക്കെ അവളുടെ കാലിൽ മിഹോ കെട്ടിയും കൊടുക്കുന്നു. ഉൺഹയും ഈ ഒരു സന്ദർഭത്തിൽ അവളുടെ യഥാർത്ഥത്തിലുള്ള ലൈഫിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ്. അവൾക്ക് 7 വയസ്സ് പ്രായമുണ്ടായിരുന്ന സമയത്ത് അവളും അച്ഛനെ അധികമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നാട്ടുകാരുടെ ഒക്കെ കയ്യിൽ നിന്നും പണമൊക്കെ കടം മേടിച്ചിട്ട് മുങ്ങുന്ന ഒരു സ്വഭാവമായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ താമസിക്കുന്ന വീട്ടിലേക്ക് കടക്കാരും അതുപോലെ തന്നെ ഗുണ്ടകളും ഒക്കെ എത്തിയിട്ട് വീട് മൊത്തത്തിൽ അലങ്കോലമാക്കി പണമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയും അച്ഛനെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ അവൾ പലപ്പോഴും വീടിന് വെളിയിലുള്ള സ്റ്റെപ്പിലൊക്കെ ആയിരുന്നു ഇരുന്നിട്ടുമുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസമാണ് അവളും ഹ്യുനുവിനെ കണ്ടുമുട്ടിയത്. പോക്കറ്റിന് കീറലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളുടെ പോക്കറ്റിലുണ്ടായിരുന്ന കുറച്ച് തുട്ടുകളൊക്കെ നിലത്തേക്ക് വീണ് പോയ സമയത്ത് ഹ്യുനു ആയിരുന്നു അതൊക്കെ പെറുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, അവളുടെ ചെവിയിലാകട്ടെ ഒരു ഹെയർ ബാൻഡിന്റെ കൂടെ കുറച്ച് തുണിയൊക്കെ വെച്ചതിന് ശേഷം ഇനി ഗുണ്ടകളൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഇതൊക്കെ വെച്ചിരുന്നോണം, അതാക്കുമ്പോഴത്തേക്കും നിനക്ക് അവർ സംസാരിക്കുന്ന ഒരു കാര്യങ്ങളും കേൾക്കേണ്ടതായിട്ട് വരികയില്ല എന്നൊക്കെ ആയിരുന്നു അവളെ ഹ്യുനു പറഞ്ഞു പഠിപ്പിച്ചിട്ടുമുണ്ടായിരുന്നത്. അവളും ഫ്രണ്ട്സ് ആരും തന്നെ ഇല്ലാതെ ഒറ്റയ്ക്ക് സമയമൊക്കെ തള്ളി നീക്കിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു അവള് ഹ്യുനുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾക്കും കളിക്കുവാനായിട്ട് ഒരു കൂട്ടൊക്കെ കിട്ടി. അതുപോലെ തന്നെ അവളുടെ അതേ സാഹചര്യമുള്ള ബാക്കി കുട്ടികളും ഒറ്റയ്ക്കായി വിഷമിക്കാതെ ഇരിക്കുവാനായിട്ടായിരുന്നു അവളും വളരെ സന്തോഷത്തോടു കൂടി തന്നെ കുട്ടികളുടെ കൂടെ കളിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ഒക്കെ യൂട്യൂബിൽ ചെയ്തിട്ടുമുണ്ടായിരുന്നത്. ഇത്രയും കാലമായിട്ടും ആരെയും സമാധാനിപ്പിക്കാണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്ന ചീഹ്വാനും നിനക്ക് വിഷമമുണ്ടോ? എനിക്കും വിഷമം തോന്നുന്നു. നീ അപ്സെറ്റ് ആണോ? ഞാനും അപ്സെറ്റ് ആണ് എന്നിങ്ങനെ ചൂയങ്ങ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന വാക്കുകൾ തന്നെ റിപ്പീറ്റ് അടിച്ച് ഉൺഹയുടെ അടുത്ത് പറയുവാനായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനും. പിറ്റേ ദിവസവും മുനുഹ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തുന്നു. നേരത്തെ ഫുഡ് പോയിസൺ ആയിരുന്ന കുട്ടികളിൽ ഒരു കുട്ടി ഒഴികെ ബാക്കി എല്ലാ കുട്ടികളും വീട്ടിലേക്കൊക്കെ മടങ്ങിയിരുന്നു. അവരുടെ സിറ്റുവേഷൻ ഒന്നും അത്രയ്ക്ക് മോശമായിരുന്നില്ല എന്നൊക്കെ ഡോക്ടറും അവളെ അറിയിക്കുന്നു. അപ്പോഴാണ് നേരത്തെ അവളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു അമ്മേനെ അവൾ കാണുന്നത്. ആ ഒരു അമ്മയ്ക്ക് പറയുവാനുണ്ടായിരുന്നത് മറ്റൊരു കഥയായിരുന്നു. അമ്മയും സിംഗിൾ മദർ ആയതുകൊണ്ട് തന്നെ ജോലിയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് കുട്ടീനെ ശരിക്കും നോക്കുവാനായിട്ടൊന്നും സാധിക്കുമായിരുന്നില്ല. ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു കുട്ടിയും നമ്മുടെ ഉൺഹയുടെ ചാനലൊക്കെ കണ്ട് ഉൺഹയുടെ ഒപ്പം കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കുട്ടി ഉൺഹയുടെ വലിയൊരു ഫാൻ ആയിരുന്നെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അമ്മ ചെയ്യേണ്ട ജോലികളൊക്കെ ആയിരുന്നു ഉൺഹയും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് കുഞ്ഞിന്റെ ഒപ്പം കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുക എന്ന ആ ഒരു ഉത്തരവാദിത്വം പോലും ചെയ്യാതെ ആയിരുന്നു അമ്മ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുഞ്ഞിനെ സഹായിച്ചിട്ടുണ്ടായിരുന്ന ഉൺഹയുടെ കയ്യിൽ നിന്നും ചെറിയൊരു അബദ്ധമൊക്കെ പറ്റിയ സമയത്ത് എല്ലാം തന്നെ ഉൺഹയുടെ മാത്രം കുറ്റമാണെന്നൊക്കെ പറഞ്ഞ് ഉൺഹനെ കുറ്റപ്പെടുത്തുവാനായിട്ടായിരുന്നു അമ്മ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കേണ്ട ഒരു ചുമതലയെങ്കിലും ഞാൻ ചെയ്യേണ്ടതായിരുന്നു. അതൊന്നും ചെയ്യാതെയാണ് ഞാനും ആ ഒരു പ്രൊഡക്റ്റ് ഒക്കെ എന്റെ കുഞ്ഞിന് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇത്രയും കാലം എന്റെ കുഞ്ഞിനെ സഹായിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മയും മുൻഹയുടെ അടുത്ത് നന്ദിയൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ഓൺഹ വർക്ക് ചെയ്തിട്ടുള്ളത് കമ്പനി തന്നെ ആയിരുന്നു യഥാർത്ഥത്തിലുള്ള കുറ്റക്കാരൻ. അതായത് ആ ഒരു കമ്പനി പറഞ്ഞിട്ടായിരുന്നു അവളും പ്രൊഡക്റ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ആകട്ടെ അവളുടെ കമ്പനി തന്നെ അവളെ എതിർത്തൊക്കെ സംസാരിക്കുകയാണ്. എല്ലാ ഉത്തരവാദിത്വവും അവൾ സ്വയം ഏറ്റെടുക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനും പബ്ലിക്കായിട്ട് ക്ഷമയൊക്കെ ചോദിച്ചതിന് ശേഷം കുറച്ചു നാളത്തേക്ക് വീഡിയോസ് ഒന്നും ചെയ്യാതെ ഇരിക്കാമെന്നൊക്കെ ഉൺഹയും സമ്മതിക്കുന്നു. ഇയാന കമ്പനിയിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബറാണ്. അതുകൊണ്ട് തന്നെ അവൾക്കും അതിൻ്റെതായിട്ടുള്ള അഹങ്കാരമൊക്കെ ഉണ്ട്. ഇപ്പോഴാകട്ടെ ഉൺഹയ്ക്ക് കുറച്ചു നാളത്തേക്ക് പണിയെ കാണുകയില്ല എന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഏനയും എന്റെ വീട്ടിലെ ജോലിക്കാരിയായിട്ട് നീ വരുന്നുണ്ടോ എന്നൊക്കെ അവളുടെ അടുത്തും ചോദിക്കുകയാണ്. തേഴ്സ്ഡേ ഡിയറിന്റെ സിഒ ആയിട്ടുള്ള ജീഹാനുമായിട്ട് നിനക്ക് വളരെയധികം അടുപ്പമുണ്ടോ എന്നൊക്കെ ഏനയും അവളോട് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഏനയ്ക്ക് ജീഹാനെ കുറിച്ച് അറിയാവുന്ന അത്ര ഡീറ്റെയിൽസ് പോലും ഉൺഹയ്ക്ക് അറിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വലിയ പരിചയമൊന്നും ഇല്ല എന്ന രീതിയിലൊക്കെ ഏനയും സന്തോഷിക്കുന്നു. നേരത്തെ ഫുഡ് പോയിസൺ ബാധിച്ച കുട്ടികൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ജീഹോനും അറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ ആയിരുന്നു ജീഹോനെ കാണുവാനായിട്ട് ഏനയും എത്തുന്നത്. അടുത്തതായിട്ട് പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ നിന്നും ഉൺഹയ്ക്ക് ഒരു കോളൊക്കെ വരികയാണ്. ഉൺഹയും പ്രാങ്ക് കോൾ ആയിരിക്കുമെന്നൊക്കെ വിചാരിച്ച് അപ്പോൾ തന്നെ കോൾ കട്ടും ചെയ്യുന്നു. നേരത്തെ ചീഹ്വാനെ ക്ലബിൽ വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഒരു കേസൊക്കെ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടായിരുന്നു ഉൺഹേനെ ഇപ്പോൾ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ആൾ ഉൺഹയാണെന്നൊക്കെ അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഹ്യുനുവും ഞാൻ സ്വയം വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു നമ്പറും കൂടി മേടിക്കുന്നു. ഇനി ഹ്യുൻമു കോൾ ചെയ്യുന്ന സമയത്താകട്ടെ ഇത് വോയിസ് ഫിഷിംഗ് അല്ലേ, എന്റെ കയ്യിൽ അടിച്ചോണ്ട് പോകുവാനായിട്ട് യാതൊരു വിധത്തിലുള്ള പണവുമില്ല. മാത്രമല്ല എന്റെ നിലവിലുണ്ടായിരുന്ന ജോലി പോലും പോയ സിറ്റുവേഷനിലാണ്. ഇനി ഞാനും പുതിയൊരു ജോലിയൊക്കെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ എന്നെ വിട്ടേക്കെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഉൺഹ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് ഉൺഹയുടെ അക്കൗണ്ടിലൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് ഉൺഹയും കുറച്ചു കാലത്തേക്ക് വീഡിയോ ഒന്നും ഇടുകയില്ല എന്നൊരു പോസ്റ്റ് ഒക്കെ ഹ്യുനുവിന്റെ ശ്രദ്ധയിലും പെടുന്നത്. ഉള്ളിൽ ഒരു കോൺഫിഡൻസ് പോലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയുകയില്ല എന്നൊക്കെ ഉൺഹ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്നും തന്നെയാണെന്നുള്ള കാര്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. ഞാനൊരു കടം വീട്ടുവാനായിട്ടാണ് ഇവിടെ എത്തിയതെന്നായിരുന്നു ഏനയും ജിഹ്വാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഒരു പേപ്പറൊക്കെ അവനെ കാണിച്ചും കൊടുക്കുന്നു. പക്ഷെ അവനും ഈ ഒരു കമ്പനിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല എന്നാണ് അവളോട് പറഞ്ഞത്. പക്ഷെ അവളും അവനെ വെറുതെ വിടുവാനായിട്ട് തയ്യാറായിരുന്നില്ല. അതായത് 8 വർഷം മുമ്പ് എന്നെ നിങ്ങൾ കണ്ടതായിട്ടൊന്നും ഓർക്കുന്നില്ല എന്നൊക്കെ ഏനയും അവനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അവനും ഓരോ കാര്യങ്ങളും തനിക്ക് ഓർമ്മയേ ഇല്ല എന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങി പോകുവാനായിട്ടൊക്കെ നോക്കുന്നു. ഉൺഹയും പുതിയൊരു ജോലിയൊക്കെ നോക്കുവാനായിട്ട് പെടാപ്പാട് പെടുന്നുണ്ട്. പക്ഷെ അവളെ കൊണ്ട് അതൊന്നും തന്നെ കഴിയാതെ വരുമ്പോഴത്തേക്കും ഏനയുടെ അടുത്ത് തന്നെ സഹായം ചോദിച്ചേക്കാം എന്നൊക്കെ അവൾക്കും തോന്നുന്നു. ഇനി ജീഹ്വാനും ക്യാറ്റ് ഗ്യാങ്ങിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. ജീഹ്വാന്റെ കൂടെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നല്ലോ, അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ പെറുക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് പ്രോസിക്യൂട്ടർ ടീം. മാത്രമല്ല പഴയൊരു ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് ഇതിലുള്ള ആൾക്കാരാണ് മിഠായി പോലത്തെ ഡ്രഗ്സ് ഒക്കെ വിറ്റുകൊണ്ട് നടക്കുന്നതെന്ന കാര്യം കൂടി പ്രോസിക്യൂട്ടറുടെ അടുത്ത് കൂടെയുള്ള ഓഫീസറും അറിയിക്കുന്നു. ജീഹ്വാനും കയ്യിലുണ്ടായിരുന്ന ഡ്രഗ്സ് ഒക്കെ യാങ്ങിന്റെ നേർക്ക് എറിഞ്ഞതിന് ശേഷം എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രഗ് അഡിക്റ്റ് ഒക്കെ നിങ്ങളുടെ ഒപ്പമാണ് ഇപ്പോൾ ഉള്ളതെന്ന കാര്യമൊക്കെ എനിക്കറിയാം. എന്ത് വില കൊടുത്തും ഞാൻ അവനെ തിരികെ കൊണ്ടുവന്നിരിക്കുമെന്നൊക്കെ വലിയ പഞ്ച് ഡയലോഗൊക്കെ അടിച്ചിട്ടാണ് യാങ്ങിന്റെ അടുത്ത് നിന്നും തിരികെ പോരുന്നത്. പ്രായം ചെന്ന ഒരു മുത്തശ്ശിയും ഇളയൊരു സഹോദരിയും മാത്രമാണ് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കൊക്കെ ഉണ്ടായിരുന്നത്. നമ്മളും അയാളുടെ വീട്ടിലൊക്കെ ചെന്ന് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് ജൂയങ്ങിന്റെ അഭിപ്രായം. ഉണക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ജിഹ്വാന്റെ കോട്ടില് ഒരു ബട്ടനൊക്കെ ഇളകി കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും അതൊക്കെ സൂചി വെച്ച് തയ്ച്ചു കൊടുക്കുകയാണ് ഉൺഹയും. പിന്നീട് അവളും അതൊക്കെ വെറുതെ ഒന്ന് ഇട്ടൊക്കെ നോക്കുന്നു. ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്ന ഉൺഹയുടെ ചാനൽ എടുത്തു നോക്കി കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള വീഡിയോസും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജിഹ്വാൻ ആകെ നിരാശപ്പെട്ടു പോകുന്നു. ഉൺഹ ഏനയ്ക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഏനയും അവളോട് വീട്ടിലേക്കൊക്കെ വരുവാനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏനയുടെ വീട്ടിലേക്കൊക്കെ ഉൺഹയും എത്തിയിരിക്കുകയാണ്. ഏനയ്ക്കും ഓഫീസിലൊക്കെ പോകുവാൻ സമയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉൺഹേനെ വീട്ടിൽ നിർത്തിയതിനു ശേഷം അവളും പോകുന്നു. ഇനി ജിഹാന്റെ കാര്യം പറയുകയാണെങ്കിൽ ഉൺഹയുടെ യാതൊരു വിധത്തിലുള്ള വീഡിയോസും ഇപ്പോൾ യൂട്യൂബിൽ ഇല്ലല്ലോ. അതിന്റെയൊക്കെ വിഷമത്തിലാണ് അവനും ഉള്ളത്. മാത്രമല്ല ഉൺഹ ഇതുവരെയായിട്ടും തന്നെ കോളും ചെയ്തിട്ടില്ല. എനിക്കാണെങ്കിൽ ഇട്ടുകൊണ്ട് പോകാൻ വേറെ കോട്ടും ഇല്ല എന്ന് പറഞ്ഞ് ഒരുപാട് കോട്ടുണ്ടെങ്കിലും ആ ഒരേ ഒരു കോട്ട് മാത്രമേ ഇടുകയുള്ളൂ എന്നൊക്കെ വാശി പിടിച്ച് നിൽക്കുകയാണ്. ഉൺഹ ഏനയുടെ റൂമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അവൾക്കും തനിക്ക് ഇതൊന്നും തന്നെ കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് വിഷമമൊക്കെ തോന്നുന്നുമുണ്ട്. മീഹോയുടെ കടയിലേക്ക് ജോയങ് എത്തിയിരിക്കുകയാണ്. ജിഹ്വാൻ ആയിരുന്നു ജോയങ്ങിനെ ഉൺഹയുടെ വിവരങ്ങളൊക്കെ അറിയുവാനായിട്ട് കടയിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. അവനും ഒരു ഹെയർ വാഷ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് കടയ്ക്ക് അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും അവന്റെ ഷൂസ് ഒക്കെ അഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ലേസ് ഒക്കെ കെട്ടിക്കൊടുക്കുകയാണ് മീഹോയും. മാത്രമല്ല അവൻ ആദ്യമായിട്ട് കടയിൽ വന്നത് കൊണ്ട് തന്നെ അവൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചും കൊടുക്കുന്നുണ്ട്. പിന്നീട് മീഹോയ്ക്ക് ഉൺഹയുടെ അടുത്ത് നിന്നും ഒരു കോളൊക്കെ വരുമ്പോഴത്തേക്കുമാണ് മീഹോ പോലും ഏനയുടെ വീട്ടിലേക്കാണ് അവൾ ഉള്ളതെന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ മീഹോ അതൊക്കെ ഫോണിൽ കൂടെ സംസാരിക്കുന്നത് കേൾക്കുന്ന ജൂയങ്ങും ആ സ്ഥലത്തിന്റെ അഡ്രസ് എല്ലാം തന്നെ ജിഹ്വാന് മെസ്സേജ് അയച്ചും കൊടുക്കുന്നു. ഏനയും മനഃപൂർവ്വം തന്നെ ഉൺഹനെ നാണം കെടുത്തുവാനായിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന 2 പേരെയും കൂടി വീട്ടിലേക്കൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവർ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും വേസ്റ്റ് ഒക്കെ പെറുക്കി നിൽക്കുന്ന ഉൺഹനെയാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കള്ളം പറഞ്ഞ് നിൽക്കേണ്ട കാര്യമൊന്നും ഉൺഹയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉൺഹയും ഞാൻ ഇവിടെ ഒക്കെ ക്ലീൻ ആക്കുവാനായിട്ട് വന്നതാണെന്നൊക്കെ അവരുടെ മുമ്പിൽ പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും ഇറങ്ങുന്നു. ജിഹോനും ഇപ്പോൾ അതേ ബിൽഡിങ്ങിന് മുമ്പിലൊക്കെ എത്തിയിരിക്കുന്നു. ഉൺഹനെ കാണുന്ന അവരും ഒളിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് ഏനയും ഉൺഹയുടെ പിന്നാലെ വന്ന് അവൾക്ക് പണമൊക്കെ നൽകുകയാണ്. അതായത് ഞാൻ വലിയ ആളാണെന്നൊക്കെ കാണിക്കുവാനായിട്ട് ഉൺഹയുടെ കയ്യിലേക്ക് വലിയൊരു തുകയുടെ ചെക്കൊക്കെ ആയിരുന്നു ഏനയും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി പണമൊക്കെ ഞാൻ പിന്നീട് നൽകിക്കോളാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഉൺഹയും അവിടെ നിന്നും പോക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവിടെ ഒളിച്ചു നിന്നിട്ടുണ്ടായിരുന്ന ജീഹ്വാനെ ഏന കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഏനനെ കാണുവാനായിട്ട് ആയിരിക്കും ജീഹ്വാൻ എത്തിയിട്ടുണ്ടാവുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഉൺഹയും അവിടെ നിന്നും പോകുന്നു.
ജിഹ്വാനും അവളുടെ പിന്നാലെയൊക്കെ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നീ എന്നെ കാണുവാനായിട്ടല്ലേ വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഏനയും അവന്റെ കയ്യിൽ പിടിച്ചൊക്കെ വലിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.